ഡോക്ടർ മോഹൻ വർഗീസ്, ഇവിടെ ഇപ്പോൾ അമേരിക്ക ഇസ്രായേലിന് കാലാകാലങ്ങളായി നൽകി വരുന്ന പിന്തുണ എന്താണ് എന്ന് നമുക്കറിയാം. കഴിഞ്ഞ 2 വർഷത്തോളം ഉള്ള കാലയളവിൽ ഏതാണ്ട് 8ാം തവണയാണ് ഈ വീറ്റോ അധികാരം, 6ാം തവണയാണ് വീറ്റോ അധികാരം അമേരിക്ക പ്രയോഗിക്കുന്നത്. പക്ഷെ നോക്കൂ, താൻ യുദ്ധത്തിനെതിരാണ്, താൻ ഇടപെട്ട് യുദ്ധങ്ങൾ നിർത്തിവരികയാണ്, നൊബേൽ സമ്മാനം ലക്ഷ്യമിട്ട് പോകുന്ന ട്രംപ് ആവർത്തിച്ച് പറയുന്ന കാര്യമാണ് ഇത്. ഖത്തറിൽ ഇസ്രായേൽ ആക്രമണം നടത്തുമ്പോൾ ട്രംപ് പറഞ്ഞത് താൻ മുൻകൂട്ടി അറിഞ്ഞിരുന്നില്ല എന്നതാണ്, എല്ലാം ഇസ്രായേലിന്റെ ഉത്തരവാദിത്തം മാത്രമാണ് എന്ന് പറഞ്ഞൊഴിയുകയാണ് ട്രംപ് ചെയ്തത്. ഇപ്പോൾ വീണ്ടും ഒരു വെടിനിർത്തലിനുള്ള എല്ലാ സാധ്യതയും അടച്ചുകൊണ്ട് ഈ വീറ്റോ അധികാരം അമേരിക്ക പ്രയോഗിക്കുമ്പോൾ ട്രംപിന്റെ ഇരട്ടത്താപ്പ് കൂടിയാണോ വെളിച്ചത്ത് വന്നിരിക്കുന്നത്? കൃത്യമായ വാക്കാണ് രേണുക, ഇരട്ടത്താപ്പ് എന്നത്. ട്രംപിന് തീർച്ചയായും ട്രംപിന്റെ ഇരട്ടത്താപ്പ് കംപ്ലീറ്റ് ആയി എക്സ്പോസ് ചെയ്യുന്ന നിമിഷങ്ങളാണിത്. കാരണം ട്രംപ് പൊതുവെ പറയുന്നത് താൻ സമാധാനത്തിന്റെ ദൂതനാണ്, താൻ ലോക സമാധാനം സൃഷ്ടിക്കാൻ എവിടെയെല്ലാം വെടിവയ്പുണ്ടോ അവിടെയെല്ലാം വെടിനിർത്തൽ ഉണ്ടാക്കാൻ താനാണ് ഒരു കാറ്റലിസ്റ്റായി പ്രവർത്തിക്കുന്നത്. അങ്ങനെയെങ്കിൽ ഇവിടെ ഐക്യരാഷ്ട്ര സംഘടനയിൽ സെക്യൂരിറ്റി കൗൺസിലിൽ ഇസ്രയേലിനെ ഉടനടി വെടിനിർത്തൽ പ്രേരിപ്പിക്കണം എന്ന് പറഞ്ഞുകൊണ്ടുള്ള പ്രമേയം, ആ പ്രമേയം 14 അംഗരാജ്യങ്ങളാണ് ആ പ്രമേയത്തിന് അനുകൂലമായി വോട്ട് ചെയ്തത്. അതിനെതിരായി ഐക്യരാഷ്ട്ര സംഘടനയിലെ സെക്യൂരിറ്റി കൗൺസിലെ സ്ഥിര അംഗമായ അമേരിക്ക മാത്രം മാറി വോട്ട് ചെയ്തു. ഇപ്പൊ ജനറൽ അസംബ്ലിയുടെ മൂടും ഏതാണ്ട് അതേപോലെ തന്നെയാണ്. കാരണം മഹാഭൂരിപക്ഷം രാജ്യങ്ങളും, ഇന്ത്യ ഉൾപ്പെടെയുള്ള രാജ്യങ്ങൾ ഇപ്പോൾ വെടിനിർത്തൽ വേണമെന്ന അഭിപ്രായക്കാരാണ്. മുൻകാലങ്ങളിൽ ഐക്യരാഷ്ട്ര സംഘടനയിൽ പ്രമേയങ്ങൾ വരുമ്പോൾ ഈ സമീപ ഭൂതകാലത്ത് പല പ്രമേയങ്ങളിൽ നിന്നും ഇന്ത്യ തന്ത്രപരമായി വിട്ടുനിൽക്കുന്ന, വോട്ട് ചെയ്യാതെ അബ്സ്റ്റെയിൻ ചെയ്യുന്ന കാഴ്ച കണ്ടു. പക്ഷേ ഇപ്പോഴങ്ങനെയല്ല. ഇന്ത്യ നിലപാടെടുത്തിരിക്കുന്നു. ഒരു ദ്വിരാഷ്ട്ര ഫോർമുല, ഒരു ഓസ്ലോ കരാറിന്റെ അടിസ്ഥാനത്തിൽ 2 രാജ്യങ്ങൾ, പലസ്തീൻ സ്വതന്ത്ര പരമാധികാര പലസ്തീനും സ്വതന്ത്ര പരമാധികാര ഇസ്രായേലും നിലനിൽക്കാനുള്ള അവകാശം അത് എൻഡോഴ്സ് ചെയ്യുന്ന ഭാരതത്തെ കണ്ടു. അതുകൊണ്ട് ഭാരതം ഇപ്പോൾ മറിച്ച് എൻഡോഴ്സ് ചെയ്യുന്നതിലാണ് നിലപാട്. ഇവിടെ യഥാർത്ഥത്തിൽ സംഭവിക്കുന്ന ഒരു ചിത്രം എന്ന് പറയുന്നത്, ഇന്ത്യയുടെ ഒരു നിലപാട് എന്ന് പറയുന്നത് മാറുന്നു എന്ന ഒരു ചെറിയ സൂചന ഇതോടൊപ്പം തന്നെ ചേർത്ത് വായിക്കേണ്ടതാണ്. യഥാർത്ഥത്തിൽ ഇന്ത്യ ഒരു തന്ത്രപരമായ ഒരു പിന്മാറ്റമാണ് മുൻകാലങ്ങളിൽ നടത്തിയത്. കാരണം കഴിഞ്ഞ 2 വർഷം കൃത്യമായി പറഞ്ഞാൽ ഒരു നിലപാടില്ലാത്ത രീതിയിൽ, അല്ലെങ്കിൽ ഭാഗികമായ ഒരു നിലപാടിന്റെ അടിസ്ഥാനത്തിലാണ് ഇന്ത്യ മുന്നോട്ട് പോയത്. പക്ഷെ അപ്പോഴങ്ങനല്ല. ഇപ്പോൾ കൃത്യമായ നിലപാടിൽ ഇന്ത്യ മുന്നോട്ട് പോകുന്നു. അതുമാത്രമല്ല, അമേരിക്കയുടെ ഒരു നിലപാടിലെ വൈരുദ്ധ്യം ലോകരാജ്യങ്ങൾ കൂടുതൽ തിരിച്ചറിയുന്നു. ഇപ്പോൾ ഇതാ വെടിനിർത്തൽ പ്രമേയം വീറ്റോ ചെയ്യുന്നു എന്ന് പറഞ്ഞാൽ അവിടെ നിർബാധം നരഹത്യ നടക്കട്ടെ, ജിനോസൈഡ് നടക്കട്ടെ എന്ന് തന്നെയാണ്. UN മനുഷ്യാവകാശ കമ്മീഷൻ ഉപയോഗിച്ച വാക്കും ജിനോസൈഡ് എന്ന് തന്നെയാണ്, വംശഹത്യ എന്നതാണ്. ഏതാണ്ട് 65,000-ഓളം പേരാണ് ഈ കഴിഞ്ഞ 2 വർഷത്തിനുള്ളിൽ ഗാസയുടെ മണ്ണിൽ പൊലിഞ്ഞു വീണത്. അതുപോലെ ഏതാണ്ട് 2 ലക്ഷത്തിൽ പരം ആളുകൾ അംഗഭംഗം വന്ന് നിൽക്കുന്നു. ഏതാണ്ട് 95% ആളുകളും ഡിസ്പ്ലേസ്ഡ് ആണ്. അവിടുത്തെ ഒരു കെട്ടിടങ്ങളും ബാക്കിയില്ല. ആ അവസരത്തിൽ ഇനി എന്ത് ഗാസയാണ് ബാക്കിയുള്ളത്? അപ്പോൾ ഒരു വെടിനിർത്തൽ എന്നത് അനിവാര്യമാണ്. അത് ഇപ്പോൾ അമേരിക്കയുടെ ഇടപെടലോടുകൂടി അത് അസാധ്യമായി മാറിയിരിക്കുന്നു. അത് ഗിവിംഗ് ടൈം ടു ഇസ്രായേൽ ടു ഫിനിഷ് ഓഫ് ഹമാസ്. അതാണ് പ്ലാൻ. തീർച്ചയായും അതാണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ശ്രീ AM ഷിനാസ്, നോക്കൂ, ഈ 23 മാസം പിന്നിടുന്ന ആക്രമണം അവിടെ നടന്നു വരിക, അത് അതിൻ്റെ ഏറ്റവും മോശം നിലയിൽ, അല്ലെങ്കിൽ ഏറ്റവും രൂക്ഷമായ സാഹചര്യത്തിൽ എത്തി നിൽക്കുകയാണ്. 21,000 കുഞ്ഞുങ്ങൾ അവിടെ മരിച്ചു വീണിരിക്കുന്നു എന്നാണ് മനസ്സിലാകുന്നത്. 97% സ്കൂളുകൾ, 90%-ലധികം ആശുപത്രികൾ ഒക്കെയും നിലംപരിശായിരിക്കുന്ന സാഹചര്യം സൃഷ്ടിക്കപ്പെട്ടിരിക്കുകയാണ്. ലോകമൊന്നാകെ അതിനെ അപലപിക്കുന്ന ഘട്ടത്തിലും ഇസ്രയേൽ 1 ഇഞ്ച് പോലും പിന്നോട്ടില്ല എന്ന് പറയുന്നു. പരിഹാസം തുടരുന്നു. അതിനെ റിയൽ എസ്റ്റേറ്റ് ഭൂമിയാക്കി വിൽക്കുന്നു. അതിന്റെ പങ്കിടൽ സംബന്ധിച്ച് ഞങ്ങൾ ട്രംപുമായി ആലോചിക്കുന്നു എന്നതാണ് അവിടുത്തെ ഫിനാൻസ് മിനിസ്റ്റർ കഴിഞ്ഞ ദിവസം പറഞ്ഞത്, സ്മോട്രിച്ച്. അമ്മാതിരി പരിഹാസം തുടരുകയാണ്. ലോകത്തെ നോക്കിയാണ് ഇസ്രയേലിന്റെ ഈ പരിഹാസം എന്ന് നിസ്സംശയം നമുക്ക് പറയാം. ഇന്നത്തെ ദിവസം അവസാന സമയം നൽകിയിരിക്കുകയാണ്. ഇന്നത്തെ ദിവസത്തിന് ശേഷം ഗസയിൽ എന്താകും സംഭവിക്കാൻ പോകുന്നത്? വെടിനിർത്തൽ അകലെയാണ് എന്ന് വരുന്നു. അപ്പോൾ ഇനി ഇസ്രായേലിന്റെ നീക്കം എന്താണ് എന്നതാണ് താങ്കൾ കരുതുന്നത്? നോക്കൂ, അമേരിക്കയുടെ സ്റ്റേറ്റ് സെക്രട്ടറി മാർക്കോ റൂബിയോ ദോഹയിലെത്തി. അതിന് തൊട്ടു മുമ്പ് തന്നെ ദോഹയിൽ ഇനി ആക്രമണം ഉണ്ടാവില്ല എന്ന് ട്രംപ് ഉറപ്പുകൊടുത്തു. നേരെ പോയത് ടെൽ അവീവിലേക്കാണ്.
ടെൽ അവീവിൽ പോയി കരയുദ്ധത്തിന് സർവാത്മന പിന്തുണ നൽകുകയായിരുന്നു മാർക്കോ റൂബിയോ. അപ്പോ ട്രംപ് ഇതിനു മുമ്പ് തന്നെ പറഞ്ഞിട്ടുണ്ട് ഗാസ സ്ട്രിപ്പിനെ ഒരു വിനോദസഞ്ചാര കേന്ദ്രമാക്കി മാറ്റും എന്ന് ട്രംപ് കുറച്ച് ഏതാനും ആഴ്ചകൾക്ക് മുമ്പ് പറഞ്ഞിരുന്നു. അപ്പോ സ്മോട്രിച്ച് ധനമന്ത്രി, ഇസ്രായേലിന്റെ ധനമന്ത്രി പറയുന്നത് അത് റിയൽ എസ്റ്റേറ്റ് ആയിട്ട് അതിന് ഭൂമി തൂക്കി വിൽക്കും എന്ന മട്ടിൽ ഉള്ള പ്രസ്താവന അദ്ദേഹത്തിന്റെ പരിഹാസ ചോദ്യം. ഇതിൽ നമ്മൾ കാണേണ്ട ഒരു കാര്യം, ഈ അമേരിക്കയും കൂട്ടരും ഒക്കെ തന്നെയാണ് അന്താരാഷ്ട്ര മനുഷ്യാവകാശങ്ങളെ കുറിച്ചും നിയമാനുസൃതമായ ചട്ടാനുസൃതമായ ലോകക്രമത്തെക്കുറിച്ചുമൊക്കെ വാതോരാതെ നാഴികക്ക് 40 വട്ടം സംസാരിച്ചു പോരുന്നത്. അതേസമയം യുക്രൈന്റെ കാര്യത്തിലാവട്ടെ മറ്റു ചില ഇടങ്ങളിലെ കാര്യങ്ങളിലാവട്ടെ ഈ അന്താരാഷ്ട്ര നിയമങ്ങൾ, ചട്ടാനുസൃതമായ ലോകക്രമം അതേപടി തരിമ്പും പോറലേൽക്കാതെ നിലനിൽക്കണമെന്ന് ആണയിടുന്നവരാണ്. ഗാസയുടെ കാര്യത്തിൽ, പലസ്തീന്റെ കാര്യത്തിൽ ഈ അന്താരാഷ്ട്ര നിയമങ്ങളോ അല്ലെങ്കിൽ അന്താരാഷ്ട്ര കോടതി അറസ്റ്റ് വാറന്റ്